നേഹ യാക്സൺ ഇവർ ഒരുമിച്ചൊരു പാട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അരവിന്ദ് ലിറിക്സ് പറഞ്ഞു കൊടുക്കണേ ആദ്യം. ഞാൻ വിചാരിച്ചു കടല കടല് കണ്ടു. അഞ്ചു സുന്ദരികൾ ചെയ്തോണ്ടിരുന്ന സമയത്താണ് അമൽ നീരദ് ഇത് ഏൽപ്പിക്കുന്നത്. അന്ന് അത് ഏൽപ്പിക്കാനുള്ള കോൺഫിഡൻസ് ഇവര് കിട്ടിയത് എവിടുന്നാണെന്ന് ഇപ്പോഴും അറിയില്ല. മന്ദാരക്കാറ്റിൽ കതിരോലത്തേരിൽ നാടൊന്നു കാണാൻ പോകാം. സുഷിനാണ് ആക്ച്വലി ഹി ഗോട്ട് ലൈക്ക് ഓൾ ദ ന്യൂ റാപ്പേഴ്സ്. അത് നമ്മള് അണ്ടർവേൾഡിൽ ചെയ്തായിരുന്നു ഫെജോയുടെ കൂടെ. ബിഫോർ ഫെജോ വാസ് പോപ്പുലർ ഐ തിങ്ക്. സിനിമയോ അത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞ പറ്റും. ചെന്നൈയിലേക്ക് പെട്ടിയെടുത്തിട്ട് വന്നോന്ന് പറഞ്ഞു. അങ്ങനെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ കാരണം അങ്ങനെ ആഷിക്കേട്ടൻ അത് കേട്ടിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചു ഫേസ്ബുക്കില്. ഇങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു പടം ഇങ്ങനെ ചെയ്യാണ്, പാടാൻ വരുമോ ഇങ്ങനെ കൊച്ചിയിലോട്ട്. ആസിഫ് അലിക്ക് പാടാൻ പറ്റാത്തോണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ചൂരത്തിളപ്പുള്ള ലാസ്റ്റ് വാക്കാണോ സുഷിന് വേണ്ടിട്ട്? ലൈഫിലും മ്യൂസിക്കിലും പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരാണ് ഇന്നത്തെ പാട്ടും പറച്ചിലിരിക്കുന്നത്. മ്യൂസിക് ഡയറക്ടർ, മ്യൂസിക് പ്രൊഡ്യൂസർ യാക്സൺ ആൻഡ് മ്യൂസിക് പ്രൊഡ്യൂസർ, മ്യൂസിക് ഡയറക്ടർ നേഹ. വെൽക്കം ടു ക്ലബ് എഫ് എം. ലൈഫ് പാർട്ട്ണർഷിപ്പിനാണോ മ്യൂസിക് പാർട്ട്ണർഷിപ്പിലാണോ ഏറ്റവും കൂടുതൽ ടഫ് ഏതാണ് ഇതിലെന്ന് ചോദിച്ചാൽ എന്താ പറയാ? രണ്ടും നല്ല പണിയാണ്. പക്ഷെ രണ്ടും എന്താ പറയാ, രണ്ട് ജേർണീസും കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടായിരിക്കും. പക്ഷെ the fact that we work together really helps evolve as human beings. അപ്പൊ അത് ഒബ്വിയസ്ലി നമ്മൾ ഒരുമിച്ചാണ് ഇവോൾവ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ പാർട്ട്ണർഷിപ്പിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ലൈഫ് മ്യൂസിക്കലാണോ? സ്റ്റുഡിയോ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് മ്യൂസിക്കിന് സെപ്പറേഷൻ ഇല്ല, ഫുൾ ടൈം. ആൻഡ് എന്താ പറയാ, നമ്മളിപ്പോ അടി കൂടുമ്പോ പെട്ടെന്ന് അത് സോൾവ് ആക്കാൻ പറ്റുന്നത് ബിക്കോസ് നമുക്ക് പോയി ഒരു പാട്ടുണ്ടാക്കണം. അപ്പൊ സോൾവ് ആക്കണല്ലോ, കുറെ നേരം നമുക്ക് അടി അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പാട്ടിന്റെ ക്രിയേഷനിലേക്ക് നിങ്ങൾ നീങ്ങും. അതെ, കൂടുതൽ അപ്പോഴും ചിലപ്പോ ദേഷ്യം ഉണ്ടാവും. പക്ഷെ പാട്ടുണ്ടാക്കി വരുമ്പോ അത് നന്നായിട്ട് വരുമ്പോ ആ ദേഷ്യമൊക്കെ പോകും. ദേഷ്യം നമ്മുടെ പാട്ട് മേക്കിങ്ങിൽ റിഫ്ലക്ട് ചെയ്യൂലേ? But in a nice way, I guess. How? Nice way എന്ന് പറയുമ്പോൾ I don't know, you fuel that energy into creating something, no? So it will always end up എപ്പോഴും അടിപൊളിയായിട്ട് വരണമെന്നില്ല, ബട്ട് ഓൾ ടൈംസ് അടിപൊളിയായിട്ട്. ആരാണ് കൂടുതൽ സമയം സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്യുന്നത്? It depends. സോങ്ങിന്റെ കമ്പോസിഷന്റെ ഡിമാൻഡ് ചെയ്യുന്ന പോലെ ആണെങ്കിൽ ഞാനായിരിക്കും കുറച്ചുകൂടി സ്പെൻഡ് ചെയ്യുന്നത്. വോക്കൽ അറേഞ്ച്മെന്റ്സ് സംഭവമൊക്കെ ആണെങ്കിൽ ആയിരിക്കും. മറ്റേ പ്രൊഡക്ഷൻ കൂടുതൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഞാനായിരിക്കും കൂടുതൽ. എനിക്ക് ചോദിക്കണം എന്ന് തോന്നിയ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് രണ്ടുപേരും കൂടി എങ്ങനെ ഒരു പാട്ടുണ്ടാക്കുന്നതെന്ന്. അത് ലേറ്റർ ഓൺ നമ്മൾ ഇന്ന് നിങ്ങളൊരു പാട്ട് ട്യൂൺ ചെയ്യുന്ന കാണും. പക്ഷെ ഈ പ്രോസസ് എങ്ങനെയാണ്? നിങ്ങളിപ്പോ ഓക്കെ നമുക്കൊരു പാട്ടുണ്ടാക്കാം എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്നത് എങ്ങനെയാ? അതും ഈ പറഞ്ഞ പോലെ സോങ്ങിന്റെ ജോണർ അനുസരിച്ചിട്ടാണ്. ഇപ്പം യൂഷ്വലി ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മള് അതെ ഇപ്പൊ നടികർ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് മൂവി റിലീസ്. അതില് ഇപ്പൊ ഓമൽ കനവേ ഇസ് എ വെരി മെലഡിക് സോഫ്റ്റ് സോങ് ആണല്ലോ, മെലഡി ഓറിയന്റഡ്. അപ്പൊ അത് നമ്മള് ബേസിക് ഒരു ഗിറ്റാർ സ്ട്രമ്മിങ് ഈവൻ ചെയ്തു. ബാക്കി മെലഡി ഫുൾ ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് ബാക്കി സ്ട്രിംഗ് ലേയേഴ്സും ഹോണിന്റെ ലേയേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തത്. മറന്നു പോകാതിരിക്കാൻ അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്തു. വി വർ സിറ്റിംഗ് ഇൻ ദ സ്റ്റുഡിയോ ആൻഡ് നമുക്ക് കിട്ടിയ ബ്രീഫ് ഇതൊരു അമ്മയുടെ ട്രോമ ഉള്ള ഒരു പാട്ടാണ്. അപ്പൊ ഒരു താരാട്ട് പാട്ടാവണം, എന്നാൽ അത്രയും സ്വീറ്റും ഹാപ്പി ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു ബ്രീഫ് കിട്ടിയപ്പോ നമ്മള് എങ്ങനെയാണ് ഒരു സ്ഥിരം താരാട്ടുപാട്ട് അല്ലാതെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞപ്പോ ഈവൻ ഹി ഹാഡ് പ്ലേഡ് കപ്പിൾ ഓഫ് കോഡ്സ്. അത് പിന്നെ ഞങ്ങള് വെട്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു ട്യൂൺ ഹം ചെയ്തു. അതിന്റെ ബേസിക് സ്ട്രക്ചർ ജെയിനിന് അയച്ചു. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ പിന്നെ വി ഫിനിഷ്ഡ്. അലയാഴികളാണ്
ലേറ്റസ്റ്റ് നമ്മുടെ യെസ് ഇൻഡിപെൻഡൻസ് ഐ തിങ്ക് ആഫ്റ്റർ മെനി ഇയേഴ്സ് വി ആർ റിലീസിംഗ്. മെനി ഇയേഴ്സ് ആയോ? എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു വിദ്വാൻ നമുക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു, വിദ്വാൻ ട്രിവാൻഡ്രം. വിദ്വാൻ എവിടെയെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. നമുക്കറിയില്ല, എല്ലാരും സ്പ്ലിറ്റ് ആയി. ബേസിസ്റ്റ് ഇപ്പൊ ജർമ്മനിയിലോട്ട് മാറി. നമ്മുടെ സിംഗർ അനൂപ് ഇപ്പൊ തിയേറ്ററിലും സിനിമകളിലും അഭിനയിക്കുന്നുണ്ട്. അതാണ് പുള്ളിക്ക് താല്പര്യം. നമ്മൾ ഇങ്ങോട്ട് മാറി. ആസ് എ ബാൻഡ് ഇല്ല, വി ആർ ഓൾ ഇൻ ടച്ച്. വി ആർ പ്ലേ ചെയ്തിട്ട് കുറെ നാളായി. വിദ്വാന്റെ പോപ്പുലർ സോങ് ആയിട്ട് നമുക്ക് സിനിമയിൽ വന്ന് റൊമാൻസിലെ പാട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങള് ഒരുമിച്ചിട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മള് ഷോസ് ആയിരുന്നു ചെയ്തത്. ബാൻഡിന്റെ സോങ്സ് ഇറങ്ങിയിട്ടില്ല, പുതിയതായിട്ടൊന്നും റിലീസ് ചെയ്തില്ല. ഓക്കെ. അപ്പം വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒരുമിച്ചിറക്കുന്ന ഇൻഡിപെൻഡൻസ് സോങ് ആണ്. കപ്പ ഒറിജിനൽസ് ആണ്. കപ്പയാണ് ഈ സോങ്ങിന്റെ പുറകിൽ. അപ്പൊ ഈ സോങ് ഉണ്ടായ കഥ പറയൂ. യാക്സൻ തുടങ്ങി. യാക്സൻ ഈ സോങ് ആക്ച്വലി നമ്മൾ നേരത്തെ ഇതിനുവേണ്ടി ഉണ്ടാക്കിയതല്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഒരു, പക്ഷെ ഒരു 30 seconds 40 secondsന്റെ ഒരു സ്റ്റാർട്ടിങ് റിഫൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. പക്ഷെ ആ സിറ്റുവേഷൻ അത് മാച്ച് അല്ലായിരുന്നു. എന്തിനു വേണ്ടി ചെയ്തതിന് അതിപ്പോ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഒരു 2 years ബിഫോർ ആയിരുന്നു. അന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തതാണ്. അത് സിനിമയ്ക്ക് വേണ്ടി എടുത്തു വെച്ചാണ്. സിനിമയ്ക്ക് വേണ്ടി തന്നെ ആയിരുന്നു അത്. ബട്ട് ഇറ്റ് വാസ് വെരി ഡാർക്ക് ആൻഡ് കുറച്ച് എക്സ്പെരിമെന്റൽ ആയി പോയി. സിനിമയ്ക്ക് അല്ല, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അത് മാച്ച് അല്ലായിരുന്നു. പിന്നെ അത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ചെയ്ത് അത് ഓക്കെ അത് പോയി. അപ്പം ഇതെപ്പോഴും നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡിലുണ്ടായിരുന്നു ഈ പാട്ട്. ഓക്കെ. അപ്പൊ ഞങ്ങള് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം വി തോട്ട് വിൽ ഫിനിഷ് ദാറ്റ്. അത് കാരണം പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റി. അതിന്റെ ആ ബിഗിനിങ് ഗിറ്റാർ റിഫ് കേൾക്കുന്നില്ലേ, പാട്ടിന്റെ തുടക്കമുള്ള റിഫ് മാത്രമാണ് നമ്മള് മെയിൻറ്റെയിൻ ചെയ്തത്. ബാക്കി കംപ്ലീറ്റ്ലി മാറ്റി. പിന്നെ കുറച്ചുകൂടെ ഫ്രീഡം കിട്ടിയല്ലോ. നമ്മുടെ സ്വന്തം ഇൻഡി ട്രാക്ക് ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ അതിനെ എന്താ പറയാ നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്തു. ഈ പാട്ട് ഉണ്ടായ കഥ എങ്ങനെയാണ്? അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ തോട്ട് പ്രോസസ് എന്തായിരുന്നു? ഈ പാട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? തോട്ട് പ്രോസസ് വാസ് ബേസിക്കലി നമുക്ക് പറഞ്ഞു തന്നത് ലവ് ബേസ്ഡ് വേണം തീമാണ് ഈ ഒറിജിനൽസ് ചെയ്യുന്നത്. ഐ തിങ്ക് ദ ഫസ്റ്റ് കപ്പിൾ ഓഫ് സോങ്സ് അങ്ങനെ ആണെന്ന് പറഞ്ഞു. ചില മൊമെന്റിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വെൻ യു ലൂസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ യുവർ ലൈഫ്, അതുവഴി നടക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ് ആക്ച്വലി ഇതിലൂടെ പറയാൻ നോക്കുന്നത്. ലൈക്ക് ഇവന്റെ ലൈഫിൽ ഹി ലോസ്റ്റ് ഹിസ് ഫാദർ വെൻ ഹി വാസ് 10 years old. ഫാദറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവൻ ഒരു പിയാനിസ്റ്റ് ആവണം, സിംഗർ അല്ല. ആൻഡ് ഹി യൂസ്ഡ് ടു സെൻഡ് ഹിം ഫോർ പിയാനോ ലെസൺസ്. ഇവന് താല്പര്യമില്ലായിരുന്നു. ഇവൻ പിയാനോ ക്ലാസ്സിൽ കയറാതെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. ആഫ്റ്റർ ഫാദേഴ്സ് ഡെത്ത് ദേ ഹാഡ് ടു ഷിഫ്റ്റ് ബാക്ക് ടു ട്രിവാൻഡ്രം. അങ്ങനെ ക്വയറിൽ ജോയിൻ ചെയ്ത് അതിങ്ങനെ ഓർഗാനിക്കലി മ്യൂസിക്കിലേക്ക് വന്നു. ഫാദറുടെ സ്വപ്നം ആക്ച്വലി അത് കഴിഞ്ഞിട്ടാണ് നടന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അതായിരുന്നു ഒരു ബേസ് തീം ഓഫ് അവർ സോങ്. ദ വീഡിയോയും ഏകദേശം വേറെ ആയിട്ട് കാണിച്ചിരിക്കുകയാണ്, പക്ഷെ അതിന്റെ പൊരുൾ ഇതാണ്. മലയാളികൾ പാടി തുടങ്ങിയാലോ നമുക്ക് ഈ സെഷൻ? ഓക്കെ. കീബോർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഗിറ്റാർ മാത്രമേ ഉള്ളൂ. അതിൽ അൺപ്ലഗ്ഡ് വേർഷൻ ഓഫ് അലയാഴികൾ. രാവിൻ തോറ്റം മേലാകെ മേയുമ്പോൾ മാഞ്ഞോ മൂകം നിഴലേ നിറയും പുകയിൽ പതിയെ നുഴയും അഴലിൻ ആഴമിതിൽ അലയാഴി
അലയാഴികൾ തിരമാലകൾ ഇടവാറുമോ ഒളിമിന്നുവാൻ അലയാഴികൾ തിരമാലകൾ ഇടവാറുമോ ഒളിമിന്നുവാൻ. സൂപ്പർ. ഒരു ഇൻഡിപെൻഡന്റ് പാട്ട് ഇറക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും? There's always an audience for any kind of music. അതാണ് ഇൻഡി മ്യൂസിക്കിന്റെ ഒരു സമാധാനം തരുന്ന ഒരു സാധനം അതാണ്. നോ മാറ്റർ വാട്ട് യു ഡു, there's always an audience who's going to love it and there'll be an audience who's not going to like it. But നമുക്ക് തൃപ്തി ആയിട്ട് ഇറക്കാൻ പറ്റുമോ അത് ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം പിന്നെ ആൾക്കാർക്കും അതെ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയോ എന്നാണ്. കിട്ടിയാൽ അടിപൊളി. അതാണ് നമ്മുടെ നടികരില് ബേബിജീനെ കൊണ്ട് പാട്ട് പാടിച്ചിട്ടുണ്ട്. ഹിപ്ഹോപ്പ് ഒരു ഹിറ്റ് സോങ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു ഹിറ്റ് പാട്ടിൽ ഹിപ്ഹോപ്പ് എലമെന്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ട്രെൻഡായി മാറി. അതിന്റെ ഭാഗമാണോ അതോ ബേബിജീനെ നോട്ട് ചെയ്ത് പാടിച്ചാണോ? ആക്ച്വലി ബേബിജീനെ നോട്ട് ചെയ്ത് തന്നെ ഒരു അങ്ങനെ ഏത് പാട്ടായിരുന്നു ബേബിജിയുടെ ഒരു ലാസ്റ്റ് കായ് അതിങ്ങനെ യൂട്യൂബിലൊരു ദിവസം ഇങ്ങനെ വെറുതെ പ്ലേലിസ്റ്റിൽ ഇങ്ങനെ വന്നപ്പം അപ്പം നോട്ട് ചെയ്തതാണ്. അങ്ങനെ വെറുതെ ഒരു ഐഡിയ വന്ന് ഞങ്ങൾ വിളിച്ചതാണ് ബേബിജീനെ. അപ്പം പുള്ളി ഭയങ്കര അപ്പ് ഫ്രണ്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയും കൂടെ വന്നിരുന്നിട്ടാണ് ട്രാക്ക് ഫിനിഷ് ചെയ്തത്. അപ്പം ആദ്യത്തെ ഒരു 1 minute ഇത് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ബാക്കി ബേബിജീൻ്റെ കൂടെ ഇരുന്ന് എഴുതി. പക്ഷെ ഒരു 2 sittings കഴിഞ്ഞായിരുന്നു. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു പുള്ളി ആ കാര്യത്തിൽ. വരിക പാടുക ശബ്ദം ഭയങ്കര യുണീക്ക്. പുള്ളി യൂസ് ചെയ്യുന്ന രീതി എന്താ പറയാ വിസ്പറിംഗ്. പക്ഷെ നല്ല ലോ ബേസ് ഉള്ള ഹിപ്ഹോപ്പ് റാപ്പ് പണ്ട് ചിലപ്പം അധികം അങ്ങനെ മൂവീസിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പക്ഷെ പാർട്ട് ഓഫ് ദി മൂവീസ് ആണ്. റാപ്പ് സോങ് വേണമെന്നുള്ളത്. അതെ, മിനിമം റാപ്പ് സോങ് വേണം. പിന്നെ അതല്ല പടത്തിന് മുന്നേ തന്നെ റാപ്പ് സോങ് ആയിരുന്നു പ്രൊമോ ആയിട്ടൊക്കെ. അതെ, ഈ ട്രെൻഡിന് കാരണക്കാരായിരിക്കും. സുഷിനാണ് ആക്ച്വലി ഹി ഗോട്ട് ലൈക്ക് ഓൾ ദി ന്യൂ റാപ്പേഴ്സ്. അത് നമ്മള് അണ്ടർവേൾഡിൽ ചെയ്തായിരുന്നു ഫെജോയുടെ കൂടെ. ബിഫോർ ഫെജോ വാസ് പോപ്പുലർ ഐ തിങ്ക്. പറവകളിനി പറഞ്ഞൊരു പാട്ട്. ഇപ്പോഴാണ് കുറച്ചുകൂടി റാപ്പേഴ്സ് വന്നിട്ടുണ്ട്. ആക്ച്വലി അവർ അന്ന് 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കുറെ അടിപൊളി റാപ്പേഴ്സ് ഉണ്ട്. എഴുതുന്ന നല്ല റാപ്പേഴ്സ്. ഇവരെല്ലാരും നല്ല റൈറ്റേഴ്സുമാണ്. ലിറിക്കലി പവർഫുൾ ആയിട്ട് റാപ്പേഴ്സ് വന്നു. ഓക്കെ, റാപ്പ് സീൻ ചേഞ്ച് ആയി. നേഹ ഉള്ളപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോൾ നമുക്ക് കൂടുതൽ പാട്ടുകളായിരിക്കും ഈ സെഷനിൽ. നമുക്ക് ഒരു പാട്ടിലേക്കും കൂടി പോയാലോ? മന്ദാരക്കാറ്റ് കതിരോലത്തേരിൽ നാടൊന്നു കാണാൻ പോകാം. മറ്റാരും കാണാതെ പുഴയോടും ചൊല്ലാതെ നേരത്തെ കാലത്തെ പോകാം. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതാണ് കൂടുതൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പാട്ടിനൊരു വേറെ ഒരുപാട് എലമെന്റ്സ് ആലോചിക്കണം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ സീൻ ഉണ്ടാവും നമുക്ക്. നിങ്ങൾ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ചില പടങ്ങളിലേക്ക് വേണം നമ്മൾ. പറവയിൽ തുടങ്ങാം നമുക്ക്. പറവയിൽ റെക്സ് വിജയനും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ 3 പേരും കൊളാബ് എങ്ങനെയായിരുന്നു? ആ മൂവി എടുത്ത് നോക്കുകയാണെങ്കിൽ പറവയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സമയത്ത് വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിരുന്നു. എന്റെ ഒക്കെ വേറെ ലെവലായിരുന്നു ആ സമയത്ത്. റെക്സേട്ടൻ അങ്ങനെ പാട്ടുകളിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത്. വിഷ്വൽസ് ഉണ്ടായിരുന്നല്ലോ, ഫുൾ വിഷ്വൽസ്, ഫുൾ ഫിലിം കണ്ടിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതൊരു നമുക്ക് വിഷ്വലിയും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. യൂഷ്വൽ അന്ന് കണ്ടുകൊണ്ടിരുന്ന ടൈപ്പ്
ഫിലിം മേക്കിങ്ങും അല്ലായിരുന്നു, സൗബിൻ്റെ പരീക്ഷണങ്ങളും അങ്ങനത്തെ. അപ്പോൾ നമ്മളും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് യൂഷ്വലി കേക്ക് അങ്ങനെ. പിന്നെ എനിക്കൊന്ന് നമ്മുടെ DJ ശേഖർ ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ലവ് തീം പോലെ. പുള്ളി അത് ചെയ്തു വന്നു ആദ്യം. അപ്പം അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു, ഒട്ടും നമ്മളങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു, ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ച് തന്നെ ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ മറ്റേ ക്ലാരിനെറ്റും അങ്ങനത്തെ ബേസ് ചെയ്തിട്ട് ഫോർട്ട് കൊച്ചി ആണെങ്കിൽ കുറച്ച് മാറി പുറത്ത് എവിടെയെങ്കിലും ആ സൗണ്ടിങ്ങിൽ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരുത്തിക്കാനായിട്ട് ട്രൈ ചെയ്തായിരുന്നു നമ്മൾ. ആൻഡ് ഐ തിങ്ക് മോസ്റ്റ്ലി നമ്മൾ ഓൺ ദ സെയിം പേജ് ആയിരുന്നു വിത്ത് എല്ലാവരും, സൗബിനും അൻവർക്കയും. ഫേവറേറ്റ് പോർഷൻ ഉണ്ടോ? ഇൻട്രോ, ടൈറ്റിൽ തീം. നമുക്ക് ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഒരു ചെറിയ 30 സെക്കൻഡ്സ് ഉണ്ട്, ഒരു കുറച്ച് അങ്ങനെ ഒരു ഗിറ്റാർ അക്കൂസ്റ്റിക് റോക്ക് സംഭവം വരും. അതാണ് യൂഷ്വലി മൊത്തം ടിൽ ദി എൻഡ് പോകുന്നത്. ആ ഒരു തീം ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. സുഡാനി ഫ്രം നൈജീരിയയിലേക്ക് പോകാം നമുക്ക്. അന്നത്തെ ബ്രീഫും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? നിങ്ങളൊരു ടീമായി മാറി പിന്നെ. അപ്പോൾ പിന്നെ സുഡാനി നമ്മൾ കുറച്ചുകൂടെ റീൽ ബൈ റീലായിട്ട് തന്നെ അങ്ങനെ എന്താ പറയുക എപ്പോഴും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തത്. സൗണ്ടിങ്ങിലല്ല, പക്ഷെ അത് ഒരു റീൽ ഫിനിഷ് ചെയ്യുക, അത് മിക്സിന് പോവുക, അങ്ങനത്തെ കറക്റ്റ് ഓർഡറിലായിരുന്നു. ഐ തിങ്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ കോമഡി ജോണറിലൊരു സിനിമ ചെയ്ത് ഫസ്റ്റ് സുഡാനി ആയിരിക്കണം. അതുവരെ നമ്മൾ ചെയ്ത ഫുൾ ഇങ്ങനെ ഭയങ്കര ഹെവി സംഭവമാണല്ലോ. ഇതിൽ മറ്റേ ഹീറോ ഇൻട്രോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, മാസ് ടൈപ്പ് BGM ആവശ്യമില്ല. എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് രസകരമായി ഡയറക്റ്റ് ചെയ്ത ഒരു പടമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പോയാൽ മതി. പിന്നെ അതിൽ ഈ അച്ഛൻ സൗബിന്റെ ഒരു റിലേഷൻഷിപ്പ് അതിലൊരു അടിപൊളി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു, പാടാൻ പറ്റില്ല. അതൊരു ഇൻസ്ട്രുമെന്റൽ പീസ്. അത് ലാസ്റ്റിൽ തിരിച്ച് സൗബിൻ പോയി അച്ഛനെ വിളിക്കാൻ കൂട്ടിക്കൊണ്ടുവരുമ്പം അതിന്റെ ഒരു പീക്ക് എത്തിച്ചിട്ടുണ്ട്. ആദ്യം അത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് പോർഷൻ ആണ്. ഓക്കെ, ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരാം. 5 സുന്ദരികൾ ചെയ്തോണ്ടിരുന്ന സമയത്താണ് അമൽ നീരദ് ഇത് ഏൽപ്പിക്കുന്നത്. അന്ന് അത് ഏൽപ്പിക്കാനുള്ള കോൺഫിഡൻസ് ഇവര് കിട്ടിയത് എവിടുന്നാണെന്ന് ഇപ്പോഴും അറിയില്ല. അല്ല, അന്ന് എന്തെങ്കിലും ട്രിഗർ ചെയ്തിട്ടുണ്ടാവല്ലോ, കൊള്ളാം പിള്ളേര് കൊള്ളാന്ന് പുള്ളി. അല്ലെങ്കിൽ 5 സുന്ദരികളിലെ 2 ഇപ്പൊ ആമിയും സേതുലക്ഷ്മിയും ആ 2 നമ്മൾ ചെയ്തത്. അപ്പം എനിക്കൊന്നും അത് പുള്ളി അത് കഴിഞ്ഞിട്ടാണോ? അല്ല, അതിന്റെ മിക്സ് അതായത് പുള്ളി കേൾക്കുന്നുണ്ടല്ലോ, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പുള്ളിയും കേൾക്കുന്നുണ്ട്, പുള്ളി പ്രൊഡ്യൂസറുമാണല്ലോ. അപ്പം അത് കേട്ടിട്ടായിരിക്കാം ധൈര്യം വന്നത് പുള്ളിക്ക്. പാട്ടുകൾ മാത്രമാണ് നമ്മൾ ഒരുമിച്ച് ചെയ്തത്. സ്കോർ അത് ഷോർട്ട് ഫിലിംസ് ആയിരുന്നല്ലോ. അതിന്റെ ശേഷം ഇങ്ങനെ യോബിന്റെ പുസ്തകത്തിന് വിളിക്കുന്നു, ഇങ്ങനെ 3 പാട്ടുകളും സ്കോർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഉണ്ടാക്കിയ പാട്ടാണ് മാനെ. പിന്നെ രാവേ 13-14 പാട്ടുകളൊക്കെ ഉണ്ടാക്കിയ ശേഷമാണ് രാവേ ആയത്. പിന്നെ ഒരു ട്രൈബൽ സോങ് ഉണ്ടായിരുന്നു, വിച്ച് ഇസ് ഫുൾ ലൈവ് പെർക്കഷൻ മാത്രം. നമ്മുടെ ഫ്രണ്ടാണ് താവോ ഇസാറോ, നമ്മുടെ ഡ്രമ്മർ ഫ്രണ്ട്, വിദ്വാന്റെ ഡ്രമ്മർ ആയിരുന്നു പുള്ളിയാണ് അത് ചെയ്തത്. അങ്ങനത്തെ ട്രൈബൽ സിംഗിങ് ഉള്ള ഒരു ചേച്ചീനെ കൊണ്ടുവന്ന് പാടിപ്പിച്ച് അങ്ങനെ സോങ്സ് ആദ്യം ചെയ്തിട്ട് സ്കോർ ഐ തിങ്ക് ടുക്ക് ഓൾമോസ്റ്റ് ഒരു 4-5 months എടുത്തു. ഏറ്റവും ലോങ്സ്റ്റ് ടൈം കിട്ടിയത് ആ പടത്തിലായിരുന്നു സ്കോർ ചെയ്യാൻ. ബേസിക്കലി മ്യൂസിക്കലായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് നേരത്തെ പ്ലാൻ ഇല്ലായിരുന്നു. നമ്മൾ ഈ അങ്കുർ റാവുത്തറിന്റെ തീം ചെയ്ത ശേഷം അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അതിൽ കുറച്ച് തമിഴ് ലിറിക്സ് ഒക്കെ ഇട്ടായിരുന്നു. അത് അമലേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും ക്യാരക്ടർ തീമായിട്ട് പിടിച്ചിട്ട് ആൻഡ് ഹി റിലീസ്ഡ് ഐ തിങ്ക് ബിഫോർ ദ മൂവി റിലീസ്ഡ് കയാരക്ടർ തീം പറഞ്ഞ് ഇൻട്രോ ആയിട്ട് ഇട്ടു എല്ലാ ക്യാരക്ടേഴ്സിനും. പക്ഷെ അതിന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ജോണറാണ് ഫിലിമും, ഭയങ്കര മ്യൂസിക്കൽ. അപ്പൊ അതിന് മാന എന്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു ആ സമയത്ത്. പാടാൻ പറ്റുമോ?
അഴകുള്ള മാനേ മാനേ സൂപ്പർ. ഇങ്ങനെ കാക്കനാട് നിങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് ഇതുപോലെ പാട്ട് കേൾക്കാന്ന് പറയുന്നത് ഞാൻ എവിടെ വായിച്ചു. ജാമിങ് അടക്കാറുണ്ടോ? നടക്കാറുണ്ടോ? പിന്നെ എല്ലാരും കൂടെ വരുമ്പം എന്തായാലും ഉണ്ടാവും ക്യാമ്പ് ഫയർ. റെക്സ് വിജയൻ ഒരു കോമൺ ഫാക്ടറാണ് നിങ്ങൾ രണ്ടുപേരുടെയും ലൈഫിൽ നടന്നത്. ആദ്യം റെക്സേട്ടനെയാണ് വിളിച്ചത് മ്യൂസിക് സീനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ യാക്സിനും അതുപോലെ തന്നെയാണ്. റെക്സേട്ടനാണ് അസിസ്റ്റ് ചെയ്ത റെക്സേട്ടനെയാണ്. ഫിലിം എക്സ്പീരിയൻസ് കോമൺ ഫാക്ടർ റെക്സേട്ടനെ കുറിച്ച് പറയും രണ്ടുപേരും. ഇൻസ്പിറേഷൻ എന്ന് തന്നെ പറയാം നമ്മുടെ. അതെ, ഹി വാസ് എന്താ പറയുക മേജർ പാർട്ട് ഓഫ് എന്താ പറയുക എൻ്റെ ഐ കം ഫ്രം എ വെരി ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് മ്യൂസിക്. ഭയങ്കര ക്ലാസിക്കൽ മാത്രം പഠിച്ച് വളർന്ന് കേൾക്കുന്ന ആളായിരുന്നു. അത് പിന്നെ കുറച്ചുകൂടി എൻ്റെ ലിസ്ണിങ് വൈഡൻ ആയത് റെക്സേട്ടൻ അവയുടെ കൂടെ അതെ പാടുന്നതിൻ്റെ ശേഷമാണ് അങ്ങനത്തെ കുറച്ചുകൂടി വൈഡൻഡ് ആയത് ലിസ്ണിങ്. സെയിം മറ്റേ ലൈവ് മ്യൂസിഷ്യൻ ആയിട്ട് എനിക്കൊന്ന് നമ്മൾ ആദ്യം കുറേ ഷോസൊക്കെ റെക്സൈറ്റിൻ്റെ കൂടെയാണ് ഞാനും കീബോർഡ് പ്ലേ ചെയ്യാൻ പോയത്. അവിയലിൻ്റെ ആൽബം ഫിനിഷിങ് സ്റ്റേജിലൊക്കെ അന്ന് മുതൽ. അപ്പം ഇടയ്ക്ക് ഞങ്ങൾ മറ്റേ ഹോട്ടൽസിൽ കോളത്ത് അവിടെ വായിക്കാൻ പോകുമായിരുന്നു. പിന്നെ അല്ലാതെ ഷോസ് കോളേജ് ഷോസൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം എന്താ പറയുക ഇൻസ്ട്രുമെൻ്റലിസ്റ്റായിട്ടും പുള്ളിയുടെ പ്ലേയിങ് ഒക്കെ ഭയങ്കര നമ്മുടെ വൈഡൻ ചെയ്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ ആണ് ഇങ്ങനെയൊക്കെ പറ്റും. അവിയലാണ് വിദ്വാൻ തുടങ്ങാൻ ഇൻസ്പയർ ആയത് കേട്ടിട്ടുണ്ട് അല്ലേ? അവിയലാണ് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള മിക്ക ബാൻഡുകളുടെ ഇൻസ്പിറേഷൻ അവിയലാണ്. അന്ന് നിങ്ങൾ അവിയലിനെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു ആസ് എൻ ആർട്ടിസ്റ്റ്? അന്ന് നമ്മൾ എന്താ നമുക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ആയല്ലോ, ക്ലോസ് ആയതിനു ശേഷം നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. നമ്മൾ മറ്റേ മോളിൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ നമ്മൾ അവരുടെ കൂടെയൊക്കെ പ്ലേ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഇൻസ്പയറിംഗ് തന്നെ ആയിരുന്നു. ഏറ്റവും ആദ്യം റെക്സ് വിജയനെ കണ്ട ഓർക്കുണ്ടോ? എവിടുന്നാണ് ഏറ്റവും ആദ്യം? എനിക്കൊന്ന് നമ്മൾ റഷ്യൻ ഗോർക്കി ഭവൻ ഉണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഹി വാസ് ഷൂട്ടിംഗ് ഐ തിങ്ക് ജോബിന് കൂടെ എന്തൊരു ലൈവ് സെഷൻ ചെയ്യുന്നുണ്ടായിരുന്നു റോസ് ബോളിന് വേണ്ടി. അങ്ങനെ പുറത്ത് സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റ് ചെയ്തു, കോൺവെർസേഷൻ ഉണ്ടായി, ഇങ്ങനെ നമ്മുടെ കൂടെ വായിക്കാൻ വരണം. വെരി ഷൈ പേഴ്സൺ, ഒന്നും ഒട്ടും സംസാരിക്കാത്ത. നിങ്ങൾ കൂടെ പ്ലേ ചെയ്യാൻ വിളിച്ച? അതെ അതെ, നമ്മള് ഔട്ട്കാസ്റ്റ് വോക്കൽസ് പറഞ്ഞൊരു സംഭവം ചെയ്തായിരുന്നു അന്ന് റോസ് ബോളിന് വേണ്ടി. സ്നേഹ ഫസ്റ്റ് ടൈം അവിടെയാണ്, നമ്മളതിന് മുമ്പേ. അപ്പൊ അങ്ങനെ റെക്സൈറ്റിനെയാണ് നേഹ വിളിച്ചത്. അപ്പം റെക്സൈറ്റൻ നമ്മളെ ബാക്കി താവും ബെൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രുമെന്റലിസ്റ്റ് പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പൊ പുള്ളിയെ വിളിച്ചപ്പം ഞങ്ങളും കൂടെ അതിൽ ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ചാപ്പാക്കുരിശ് കാലം എങ്ങനെയായിരുന്നു? അത് ഓർത്തറിയാൻ പറ്റുമോ? അത് എനിക്കൊന്ന് ഒരിക്കലും നമ്മൾ സിനിമ അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല ആ സമയത്തൊന്നും. നമ്മൾ ലൈവ് മ്യൂസിക് ആൽബം ചെയ്യുക, പെർഫോം ചെയ്യുക, അങ്ങനെ ഒരു ലൈവ് മ്യൂസിഷ്യനായിട്ടായിരുന്നു കരിയർ ആ സമയത്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ റെക്സൈറ്റിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് നമ്മുടെ എൻ്റെ ഡയറക്ടർ സമീർ തായർ. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്തോ പുള്ളിക്കൊരു ഐഡിയ തോന്നിയിട്ട് റെക്സൈറ്റിനെ വിളിച്ചു മ്യൂസിക്. പുള്ളി റെക്സൈറ്റിന് സിനിമയോ അത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പറ്റും, ചെന്നൈയിലേക്ക് പെട്ടിയെടുത്തിട്ട് വന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സിനിമയിലേക്ക് കൊണ്ടുവരാൻ. അതെ, അപ്പം അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് പെട്ടിയൊക്കെ എടുത്ത് കമ്പ്യൂട്ടറൊക്കെ എടുത്ത് കാറിൻ്റെ ഡിക്കിയിലിട്ടിട്ട് ഓടിച്ചു പോയി. ഇവിടെ സിനിമ ചെയ്യാൻ ആഗ്രഹവുമായി ചെന്നൈയിൽ വന്നെത്തി. അല്ല, അപ്പോൾ റെക്സൈറ്റിനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് എന്നെയും കൂടെ ഒരു എന്താ പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാനും കൂടെ പോയി. അപ്പം അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട്. പക്ഷെ ആ സിനിമ എന്ന് പറയുമ്പം ഭയങ്കര ഫ്രീഡമായിരുന്നു. സിനിമയായിട്ട് എന്ന് വെച്ചാൽ എന്താ സിനിമയായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല പുള്ളി. നമ്മളെന്തോ ഇൻഡിപെൻഡൻറ്റ് ആൽബം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ചെയ്യുന്ന പോലെ ആയിരുന്നു പുള്ളി ഡയറക്ടറും മുന്നിൽ. കാരണം നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ എന്നുള്ള രീതിയിൽ. അപ്പം ഭയങ്കര കോൺഫിഡൻസ് തന്നു പുള്ളി. അപ്പം അതായിരുന്നു
ആദ്യത്തെ എക്സ്പീരിയൻസ് സിനിമയിൽ. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് തോന്നി കുഴപ്പമില്ലായിരിക്കും, പറ്റുമായിരിക്കും അല്ലേ സിനിമ നമുക്ക് മാറ്റും. അപ്പം ചാപ്പാക്കുരിശായിരുന്നു ഒരു ബ്രേക്ക് ത്രൂ എന്ന് വേണമെങ്കിൽ പറയാം സിനിമയിലേക്ക്, ആദ്യത്തെ. അപ്പം സോൾട്ട് ആൻഡ് പെപ്പർ ആണ് ഒരു ബ്രേക്ക് ത്രൂ സോങ് എന്ന് മ്യൂസിക് സിംഗർ ഋതുലാണ്. പക്ഷെ ബ്രേക്ക് തന്ന സോങ് സോൾട്ട് പെപ്പർ എന്ന് പറയാം, പ്രേമിക്കുമ്പോൾ പറഞ്ഞ പാട്ടാണ് അത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഈ ഔട്ട്കാസ്റ്റ് വോക്കൽസ് ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഐ തിങ്ക് സം ഓഫ് ദ സോങ്സ് ബിക്കം പോപ്പുലർ. എനിക്ക് തോന്നുന്നു നമ്മള് കവർ ചെയ്ത സോങ്സ് ഒക്കെ. അങ്ങനെ ആഷിക്കേട്ടൻ അത് കേട്ടിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചു ഫേസ്ബുക്കിൽ, ഇങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു പടം ഇങ്ങനെ ചെയ്യാണ്, പാടാൻ വരുമോ ഇങ്ങനെ കൊച്ചിയിലോട്ട്. അങ്ങനെ വിജയേട്ടൻ എനിക്ക് ട്രാക്ക് അയച്ചു തന്നു. അങ്ങനെ ഒരു ദിവസം നമ്മൾ കൊച്ചിയിലോട്ട് പോയി റെക്കോർഡ് ചെയ്ത്. ബട്ട് ഐ വാസ് വെരി അപ്സെറ്റ് ആക്ച്വലി, ബിക്കോസ് അത് മറ്റേ ആസിഫ് അലി ഉള്ളത്, അത് വേറെ ലവ് സോങ് ആണ്, അത് ശ്രേയ ഘോഷലാണ് പാടുന്നത്. ഞാൻ മറ്റേ ലാലങ്കിളുടെയും അവരുടെ. സോ ഐ വാണ്ടഡ് ടു സിംഗ് ആസിഫ് അലി അന്നത്തെ കാലത്ത്. ആൻഡ് ഐ തോട്ട് മൈ വോയിസ് വിൽ നോട്ട് സൂട്ട് മറ്റേ കപ്പിളുടേത്. പക്ഷെ ആക്ച്വലി ക്ലിക്കായത് പ്രേമിക്കുമ്പോഴായിരുന്നു. അതെ, ആ സോങ്ങും ആ കപ്പിളിന്റെ റിലേഷൻഷിപ്പ് ആയിരുന്നു ആ സിനിമയുടെ ഹൈലൈറ്റ് പോർഷൻ. ശ്വേത മേനോൻ. ഓ ശരി. അപ്പം ആസിഫ് അലിക്ക് പാടാൻ പറ്റാത്തോണ്ട് വിഷമിച്ചിരിക്കുന്നു. ഇതാണ് രണ്ടുപേര് പാടണോ? പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ. വാ, ഞാൻ ഈ പറയുന്നവർക്ക് നിങ്ങൾ പാട്ടിലൊരു മറുപടി കൊടുക്കാൻ പറ്റുമെന്നാണ് ശ്രമിക്കേണ്ടത്. ശ്രമിക്കാം നമുക്ക്. ഓക്കെ, സുഷിൻ ശ്യാമിന് തല തെറിച്ച് എനിക്ക് പാട്ട് ലിറിക്സ് അറിയില്ല, പക്ഷെ കറക്റ്റ് അവന് മാച്ചിങ് ആണ്. സുഷിൻ അപ്പം ഇൻഡസ്ട്രിയിലെ സീൻ മാറ്റി എന്നിട്ടാണ് പറഞ്ഞത് മഞ്ഞുമലിനെ പറ്റി. അതിലെ മ്യൂസിക്കും സീൻ മാറ്റുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആസ് ഫ്രണ്ട്സ്, ആസ് ഒരേ വഴിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ നിലയ്ക്ക് എന്താ പറയാനുള്ളത്? I think he's a boy with the boy with the Midas touch എന്ന് പറയില്ലേ, തൊടുന്നത് എല്ലാം പൊന്നാണ്. He works with the right kind of people. അത് അപ്പൊ അടിപൊളിയാണ്. ഐ എം വെരി വെരി ഹാപ്പി ഫോർ ഹിം. മഞ്ഞുമലിന്റെ ഇത് പറഞ്ഞത് തിരിച്ചാക്കി അടിക്കോന്നൊക്കെ ഒരു പേടി അവനുണ്ടായിരുന്നു. പക്ഷെ ഇറ്റ് ഓൾ വർക്ക് ഫോർ ദ ഗ്രേറ്റർ ഗുഡ്. തല തെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണിത്, പെട്ടാൽ പെടും അത് കട്ടായം, കെട്ടിന്റെ പൂട്ടുള്ള കൂടാരം, താരത്തെ മടിയുടെ മലയോരത്ത് ധ്യാനിച്ചിരിക്കുന്ന സന്യ നാനാനനാനൻ അഭ്യാസി, ചോരത്തിളപ്പുള്ള തോന്നാസി. ലാസ്റ്റ് വാക്കാണോ സുഷിന് വേണ്ടിട്ട്? ഓക്കെ, നെക്സ്റ്റ് അമൽ നീരദിന് നമുക്ക് ചൊല്ലാണേ നിന്നോട് മിന്നണ ചെല്ല്, തീവയിൽ തോക്കണ ചെല്ല്, ഒരു ചന്ദന കാട്ടിലെ തെന്നലു പോരുന്നേ, നീ പോകും വഴി നിൻ പൂവുടൽ മൂടുന്നേ, ഓ പെണ്ണെ നിന്നെ കാണാൻ താരകം മാനത്ത് വന്നേ, ചെല്ലാനേ നിന്നോട് നിന്നണ ചെല്ല, തീവയിൽ തോക്കണ ചെല്ല.
നേഹ യാക്സൺ ഇവർ ഒരുമിച്ചൊരു പാട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അരവിന്ദ് ഒരു ലിറിക്സ് എഴുതി കൊണ്ടുവന്നിട്ട് പറഞ്ഞു എങ്ങനെയാണ് ഇവർ പാട്ടുണ്ടാക്കുന്നത്, ലൈവായിട്ട് നമുക്കൊരു ട്യൂൺ ചെയ്യിപ്പിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പൊ ലിറിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അരവിന്ദ് ലിറിക്സ് പറഞ്ഞു കൊടുക്കണേ ആദ്യം. അർത്ഥമൊക്കെ ഉണ്ടോ? തലയിലൊരു തരികിടകളുമില്ല, ഓക്കെ. മനസ്സിലൊരു തിരിമറികളുമില്ല, പകിടയില്ല, പരാതിയുമില്ല, പണം അതിനായി ഓട്ടവുമില്ല. റാപ്പ് സ്റ്റൈലാണ് പിടിച്ചേക്കണേ അല്ലേ? റാപ്പ് സ്റ്റൈലാണ് പിടിച്ചേക്കുന്നത്. പക്ഷെ ഞാനൊരു റാപ്പർ അല്ലാത്തോണ്ട് കുറച്ച് മാറ്റി ഇവിടെ അവിടെ ഒക്കെ ഇട്ട് നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ വിചാരിച്ചു കടല കണ്ട് ഏതാണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ലിറിക്സ് കിട്ടിയാൽ നിങ്ങൾ ആദ്യം എന്താ ആലോചിക്കുക? ഇത് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ലേ, അപ്പം കുറച്ച് അങ്ങനത്തെ ഒരു റിഫ് ടൈപ്പ് എന്തെങ്കിലും നോക്കാം അല്ലേ? എനിക്ക് ട്യൂൺ ഉണ്ടാക്കാനും ലിറിക്സ് ഇഷ്ടപ്പെട്ടില്ലേ തള്ളിക്കളയാട്ടോ, വേറെ എഴുതിക്കൊണ്ടോ. നമ്മള് ജോണറിനെ പറ്റി ഏത് ജോണറിലേക്ക് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ജാം ചെയ്ത് നോക്കാം. നമ്മുടെ സ്റ്റാർട്ടിങ് 4 വരികൾ. തലയിലൊരു തരികിടകളുമില്ല, മനസ്സിലൊരു തിരിമറികളുമില്ല, പകിടയില്ല, പരാതിയുമില്ല, പണം അതിനായി ഓട്ടവുമില്ല. രണ്ടാമത്തെ വരുന്നത് മതിച്ചവാണൊരു കാടിനിയില്ല, കുടിച്ച് പാടിയ പാട്ടുകളില്ല, ചിരിച്ച് തള്ളിയ വാക്കുകൾ കൂട്ട് തിരിച്ചു തരും പക്ഷെ 8ന്റെ പൂട്ട്. അതാണ് 8ന്റെ പൂട്ടാണ് നമ്മുടെ ഹുക്ക് സെക്ഷൻ. തലയിലൊരു തരികിടകളുമില്ല, മനസ്സിലൊരു തിരിമറികളുമില്ല, പകിടയില്ല, പരാതി. തലയിലൊരു തരികിടകളുമില്ല, മനസ്സിലൊരു തിരിമറികളുമില്ല, പകിടയില്ല, പരാതിയുമില്ല, പണമതിനായി ഓട്ടവുമില്ല. മതിച്ചവാണൊരു കാടിനിയില്ല, കുടിച്ച പാടിയ പാട്ടുകളില്ല, ചിരിച്ചു തള്ളിയ വാക്കുകൾ കൂട്ട് തിരിച്ചു തരും പക്ഷേ 8ന്റെ പൂട്ട്. 8ന്റെ പൂട്ട്, 8ന്റെ പൂട്ട് തിരിച്ചു തരും 8ന്റെ പൂട്ട്. 8ന്റെ പൂട്ട്, 8ന്റെ പൂട്ട്, 8ന്റെ പൂട്ട് തിരിച്ചു തരും 8ന്റെ പൂട്ട്. നൈസ്. ഇതിങ്ങനൊക്കെ ആയി മാറും അല്ലേ? ഞങ്ങളുടെ ലിറിസിസ്റ്റ് എങ്ങനെയുണ്ട്? ഇനി ആവശ്യം വരും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്. ഒരുപാട് പാട്ടുകൾ പാടി തന്നെ ഞങ്ങൾക്ക് പെർഫോം ചെയ്തു. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്ത പാട്ടുകൾ ഇറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ജാം ചെയ്യാൻ പറ്റട്ടെ. ഉറപ്പായിട്ടും. താങ്ക് യു. Thank you so much for having us. Thank you.